നിന്നോട് പറഞ്ഞിട്ടല്ലേ ലീവ് എടുത്തത്. എന്നിട്ട് നിനക്ക് വരാൻ വയ്യെന്നാ? നീ തന്നെ പൊട്ടനാകുവാണോ? എനിക്ക് തലവേദന ആയതുകൊണ്ടായിരുന്നു ഏട്ടാ. നിനക്കല്ല തലവേദന, എനിക്ക് നീയാണ് തലവേദന. നിന്നെ പോലും മാറണത്തെ എന്റെ തലയെ വെച്ചല്ലോ. എന്നെ പറഞ്ഞാൽ മതി. എനിക്ക് എത്ര കല്യാണാലയം വന്നതാണ്, എന്നിട്ട് ചെന്നു കേട്ടോ നിന്നെ പോലെ എടുത്തിട്ട് മുന്നിൽ. നിനക്കല്ല ഷോളുള്ള ഡ്രസ് ഇട്ടാ പോലെ. അതങ്ങനെ കണ്ടവന്മാരെ കാണിക്കാൻ നടക്കുമല്ലേ? കുടിക്ക് ഇങ്ങനെ വലിച്ചുവാരി നിന്നിട്ടാണ് നീ ഇങ്ങനെ തടി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞ് നിന്നെ കൂടെ കൊണ്ട് നടക്കാൻ എനിക്ക് നാണക്കേടാണ്. കല്യാണം കഴിഞ്ഞാൽ എന്റെ കൂടെ നടക്കാൻ നീ പ്രതീക്ഷിക്കണ്ട. കണ്ട, നീ തന്നെ നോക്ക്, എന്ത് ഭംഗിയുള്ള പെൺപിള്ളേരാണ്, എന്ത് നിറവായതൊക്കെ. ഇതൊക്കെ വെച്ച് നോക്കാം, നീ എന്തിനും ഉള്ളാടി. നീ പോയി അവരെ കാലിയായി കുടിക്കണം. നിർത്തറ. എന്നാ നീ നിശ്ചയത്തിലിട്ട മോതിരം ഈ ഒരു സാധനത്തിന്റെ പുറത്തല്ലേ നീ കിടന്ന് തിളക്കണത്? ഇത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. കല്യാണത്തിന് മുന്നേ താൻ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. താൻ ഉദ്ദേശിക്കുന്ന തൊട്ട് മറ്റുള്ളവരുടെ അത്ര സൗന്ദര്യകാര്യം എനിക്കില്ല. എന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യർ എന്റെ ജീവിതത്തിൽ മതി. ഒരു നിശ്ചയം കഴിഞ്ഞപ്പോഴേക്കും താൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല, ആ ഡ്രസ്സ് ഇടാൻ പാടില്ല, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തിനാ? തന്നെ പോലെ ആളും പരിസരവും നോക്കാണ്ട് ഇങ്ങനെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യണ ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ബന്ധം ഇവിടെ ഇന്നത്തോടെ അവസാനിപ്പിക്കുക.